ജോയിൻ്റ് ആയ പീസ് ഞാനിതാ ഫ്രണ്ട് നെക്കിന് ഉള്ളിൽ വെച്ചിട്ട് ഞാനിങ്ങനെ അടിച്ചിട്ടുണ്ട്. ഇങ്ങനെ അടിച്ചെടുക്കുക. സ്റ്റിച്ച് ചെയ്യണുണ്ട്. നെക്കിൻ്റെ വെട്ടിയെടുത്ത 4 ഭാഗം വെച്ചിട്ട് ഇങ്ങനെ 4 ഇഞ്ച് ഇട്ടിട്ട് സ്റ്റിച്ച് ചെയ്യണുണ്ട്. സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിരിക്കണം. ഇതിങ്ങനെ ബാലൻസിൽ വെട്ടി കൊടുത്തിട്ട് ഇതിങ്ങനെ ചെറുതായി ഒന്ന് ഇങ്ങനെ കട്ട് ചെയ്യുക. നേരെ നിൽക്കാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ 4 ഭാഗം കട്ട് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ വെച്ചിട്ട് ഇതാ ഇങ്ങനെ വെച്ചിട്ട് ഞാൻ പതിച്ച് അടിച്ചു കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ അടിച്ച സാധനം ഞാൻ ഫ്രണ്ടിൽ ഇങ്ങനെ മടക്കിയിട്ട് മടക്കുന്നുണ്ട്. ഫ്രണ്ടിൽ ഇങ്ങനെ ആക്കി ആക്കിയാൽ നമുക്ക് നല്ല ഫിനിഷിങ്ങിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. മടക്കി വെക്കുന്നുണ്ട്. കറണ്ട് ഇല്ലാത്തതുകൊണ്ട് ലൈറ്റ് കുറവാണ്. അപ്പോൾ ഇതിങ്ങനെ മടക്കിക്കണം. അങ്ങനെ ഫ്രണ്ടിലേക്ക് മടക്കി നമ്മൾ ഇതേപോലെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇങ്ങനെ നമുക്ക് നെക്ക് കിട്ടിയിട്ടുണ്ട്. നല്ലത് തന്നെ കിട്ടിയിട്ടുണ്ട്. അത് തേച്ചെടുത്താൽ നല്ല വൃത്തിയിൽ നിൽക്കും. ബാക്ക് നെക്ക് അടിക്കാൻ വേണ്ടി ഞാൻ ഇതുപോലെ ഒരു പീസ് എടുത്തിട്ടുണ്ട്. ഇത് ഞാനിങ്ങനെ ഇതിൻ്റെ സെൻറ്റർ ഞാനൊന്നിങ്ങനെ കട്ട് ചെയ്യുന്നുണ്ട്. ചെറുതായി ഒന്ന് കട്ട് ചെയ്തിട്ട് ഇത് ഞാൻ ഉള്ളിൽ വെച്ച് നല്ല വശത്ത് വെച്ചിട്ടാണ് അടിച്ചത്. എന്നിട്ട് ചീത്ത വശത്തേക്ക് മറിക്കുകയാണ്. അടിച്ചെടുത്തിട്ടുണ്ട്. ഞാനിത് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇങ്ങനെ ഞാൻ കട്ട് ചെയ്യുന്നുണ്ട്. 2 മൂലി ഇങ്ങനെ കട്ട് ചെയ്യുന്നുണ്ട്. നമുക്കിത് മറിച്ചിട്ട് മടക്കി അടിച്ചെടുക്കാം. പുറം മറിച്ച് ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ഈ വക്കിനൊരു അടിപ്പ് കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ ഇങ്ങനെ ഒരു അടിപ്പ് ഇങ്ങനെ അടിച്ചെടുക്കുന്നുണ്ട്. ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ബാക്കിനൊക്കെ നമുക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. രണ്ട് ഭാഗത്തിൻ്റെ നല്ല വശങ്ങൾ ഇങ്ങനെ വെക്കുക. ഇങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇവിടെ നമുക്ക് ജോയിൻ ചെയ്യാം. ഇതും അങ്ങനെ കൂട്ടി അടിക്കുക. ഈ ഷോൾഡർ അറ്റാച്ച് ചെയ്യുമ്പോൾ നമ്മൾ ബാക്ക് നെക്കിൻ്റെ ഈ ഭാഗം ഉണ്ടാവുമല്ലോ, അത് ഇങ്ങനെ മടക്കി കൊടുത്താൽ നമുക്കവിടെ തുനുമ്പ് കാണും. ഇങ്ങനെ മടക്കണതിന് പകരം ആ തുന്ന് ഇങ്ങോട്ട് വെച്ചിട്ട് നമുക്ക് തുന്നുക. അപ്പോൾ തുന്നിയാൽ നമുക്ക് ഇതിൻ്റെ ഈ തുനുമ്പ് കാണൂല.
തുന്നിയെടുത്തില്ലേ, ഇങ്ങനെ തുന്നിയെടുത്തിട്ട് അങ്ങനെ ഇടാറ് തുന്നുമ്പോൾ വരിക. ഈ തുന്നി ഞാൻ ഇങ്ങോട്ട് മറിച്ചിട്ടിട്ടുണ്ട് അങ്ങനെ. അതിങ്ങനെ ഈ തുന്നുമ്പോൾ ഇങ്ങനെയല്ലേ, ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ പോയിട്ടുണ്ടാവും. ഇതിങ്ങനെ തുന്നി വരുമ്പോൾ ഈ തുന്നി ഇതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ ഈ ഭാഗം ഒന്നിങ്ങനെ മറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ഇതാ ഇങ്ങനെ വരും. അപ്പോൾ ഇവിടെ നമുക്ക് അങ്ങനെ കിട്ടുകയും ചെയ്യും. ഇവിടെ ഈ തുൻപ് കാണില്ല, ഇനി ഇത് കൂടെ ഒന്ന് അടിച്ചു കൊടുക്കുക. കയ്യിൻ്റെ പീസ് അറ്റാച്ച് ചെയ്തിട്ട് ഇങ്ങനെ അടിച്ചു കൊടുക്കുക. അങ്ങനെ 2 പീസ് അറ്റാച്ച് ചെയ്യാം. ഈ പീസ് ഇങ്ങനെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഷോൾഡറിൻ്റെ ഇവിടെ വെച്ച് ഇങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ട്. 2 കൈയും കിട്ടിയിട്ടുണ്ട്. നമുക്കിത് കൂടെ ഒന്ന് അടിച്ചു കൊടുക്കാം. അപ്പം നമ്മൾ ഈ കയ്യിൻ്റെ ഈ ഭാഗം സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. കയ്യിൻ്റെ ഈ ഭാഗം അങ്ങനെ സ്റ്റിച്ചൊക്കെ ചെയ്യും. അതുപോലെ ഈ കക്ഷ ഒരുപോലെ പിടിച്ചിട്ടുണ്ട്. രണ്ട് തുണി ഒപ്പം വെച്ച് വെക്കുക. ഞാനിതിന് 1 ഇഞ്ച് 1.5 ഇഞ്ചോളം തയ്യൽ തുമ്പിന് വിട്ട് തുന്നണത്. അപ്പോൾ അതെ തുന്നുമ്പോൾ 2 സ്റ്റിച്ച് ഇടുക. 2 സൈഡും ഞാനിതുപോലെ സ്റ്റിച്ച് ചെയ്ത് ഈ 2 സ്റ്റിച്ച് ഇട്ടിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. 2 സൈഡും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അടിയൊന്ന് മടക്കി കൊടുക്കാം. ഇങ്ങനെ പിടിച്ചിട്ട് ഈ തുനുമ്പ് ഇങ്ങനെ ഒന്ന് മടക്കുക. അധികം ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഒന്നിങ്ങനെ മടക്കി കൊടുത്താൽ മതി. ഒന്നും കൂടി മടക്കൂലേ, അപ്പോൾ ശരിയാവും. അപ്പോൾ അടിഭാഗം അങ്ങനെ മടക്കി സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഫൈനൽ ലുക്ക് കാണാം.